സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ദിവസം ചെല്ലുന്തോറും കൂടി വരികയാണ്. ഇന്നലെ നിരവധി ആരോപണങ്ങളിൽ പരാതികൾ ലഭിച്ചിട്ടുണ്ട്. പരാതികളിൽ ഇനി തുടർ നടപടികൾ തീരുമാനിക്കേണ്ടത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അതിനിടെ 2 എഫ്ഐആർ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ്. അതിൽ തുടർ അന്വേഷണങ്ങളൊക്കെ ഇനി നടക്കത്തേ ഉള്ളൂ. അതിനിടയിലാണ് ഇന്നലെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ കൂട്ടരാജി ഉണ്ടായത്. ചലച്ചിത്ര താരം മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകൾ അമ്മ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്നുള്ള വലിയ വാർത്ത ഇന്നലെ ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സിനിമാ മേഖലയിൽ വലിയ ചർച്ചകൾ രാവിലെ മുതൽ നടക്കുന്നുണ്ട്. സിനിമാ നടൻ ബൈജു അടക്കമുള്ളവർ രാവിലെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും സിനിമാ മേഖലയിലുള്ളവർക്ക് ഒരു ആശങ്ക എന്ന് പറയുന്നത് സീനിയർ താരങ്ങളുണ്ട്. ഈ സീനിയർ താരങ്ങൾക്ക് അമ്മ അനുവദിക്കുന്ന ഒരു പെൻഷനുണ്ട്, അത് മുടങ്ങുമോ എന്നുള്ളതാണ് ഇവരിൽ പലർക്കും ആശങ്കയുള്ളത്. കാരണം വരാൻ പോകുന്നത് ഓണമാണ്. അപ്പോൾ ഇവരുടെ പെൻഷൻ മുടങ്ങിയാൽ ഇവരുടെ കാര്യം വലിയ രീതിയിൽ കഷ്ടതയിലാവും. പല താരങ്ങളും ഈ അമ്മയുടെ പെൻഷൻ ആശ്രയിച്ച് കഴിയുന്നവരാണ് എന്നുള്ളതാണ് പലരും സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ പെൻഷൻ മുടങ്ങുമോ എന്നുള്ളൊരു ആശങ്ക എല്ലായിടത്തും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണേണ്ടത് സിനിമാ മേഖലയിലുള്ളവരാണ്. എന്തായാലും സിനിമാ താരങ്ങൾ കൂടിയാലോചനകൾക്ക് ശേഷം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വൈകാതെ തന്നെ ആ തീരുമാനം ഉണ്ടാകും. പുതിയൊരു കമ്മിറ്റി ഫോം ചെയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് ഇതിൻ്റെ അധ്യക്ഷനാകണം എന്നുള്ളതാണ്, അമ്മ പ്രസിഡൻ്റ് ആകണം എന്നുള്ളതാണ് പലരും ഉന്നയിക്കുന്നത്. പക്ഷേ പൃഥ്വിരാജ് അത് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. എന്തായാലും മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി, ഗണേഷ് എന്നിവരടങ്ങുന്ന ഒരു ടീം ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ ഒരു ചർച്ച നടക്കുകയാണെങ്കിൽ ഇതിനകത്ത് മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഇവരായിരിക്കും തീരുമാനിക്കുന്നത്. പിന്നീട് ഇവർ മറ്റുള്ളവരിലൂടെ ഇത് നടപ്പിലാക്കുകയുള്ളൂ. എന്തായാലും ഇങ്ങനൊരു ചർച്ച കൂടി ഉടൻ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ദൂതനുണ്ടാവും. ആ ദൂതൻ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടായിരിക്കും ഈ ചർച്ച നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതിലൊരു തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും വൈകാതെ സിനിമാ മേഖലയിൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുന്ന രീതിയിൽ ഒരു തീരുമാനമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഒരു സംശയവും വേണ്ട. അതിൻ്റെ സൂചനയാണ് അമ്മയിൽ ഇന്നലെ ഉണ്ടായ കൂട്ടരാജി ഉൾപ്പെടെ എന്ന് ആണ് നമുക്ക് എടുത്തു പറയേണ്ടത്.